ഹായ്, ഇപ്പോൾ എല്ലാവർക്കും ബ്ലൂടോപ്പ് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പദ്ധതികളാണ്. പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള PSCക്ക് ഇഷ്ടപ്പെട്ട കുറേ പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ 2019 മുതൽ ഇന്ന് വരെ നമ്മൾ ചോദിച്ച പദ്ധതികളാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള PSCക്ക് എത്രയും ഇഷ്ടപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം, എക്സാം എഴുതുന്നവർ കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു 100 മാർക്ക്, ഇപ്പോൾ ഒരു 100 മാർക്ക് ചോദിക്കുവാണെങ്കിൽ 100 മാർക്കും കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് മുഴുവൻ പദ്ധതികൾ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ബുക്കും പേനയായിട്ടിരിക്കുക, പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എഴുതിയെടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഒരേ ഒരു കാര്യം എന്താണ്, നമുക്ക് പെട്ടെന്നൊരു ജോലി വേണം. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ച് കയറുക. അപ്പോൾ വാചകം വഴി നിർത്താം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്, ശ്രദ്ധിച്ചോ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ്, പഠിച്ചോ, പ്രത്യാശ. എന്താണ് പ്രത്യാശ? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി. ആ പദ്ധതി ഏതാണ്? അത് പ്രത്യാശ പദ്ധതിയാണ്. പഠിച്ചു വെച്ചോ, ഏത് പദ്ധതി? പ്രത്യാശ പദ്ധതി. രണ്ടാമത്തെ ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി ഏതാണ്? അതിൻ്റെ പേര് വിദ്യായാത്ര എന്നാണ്. ഒന്നുകൂടി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന, അവർക്ക് സൈക്കിൾ വിതരണം നടത്തുന്ന പദ്ധതി ഏതാണ്? അത് വിദ്യായാത്രയാണ്. അവർ വിദ്യായാത്ര സൈക്കിളിൽ പോകുന്നതായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. ഇപ്പോൾ 2 പഠിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി, അവർക്കൊരു ആശ കൊടുക്കുന്ന പദ്ധതി ഏത്? അത് പ്രത്യാശ പദ്ധതിയാണ്. രണ്ടാമത് പഠിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി. ഏത് പദ്ധതി? അതാണ് വിദ്യായാത്ര പദ്ധതി. പഠിച്ചു വെച്ചോ, എന്താണ് വിദ്യായാത്ര പദ്ധതി. അടുത്ത ചോദ്യം, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ആശ്വാസകിരണം പദ്ധതി. നോക്കി വെച്ചോ, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി, അതിൻ്റെ പേരെന്ത്? ആശ്വാസകിരണം പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് ആശ്വാസകിരണം പദ്ധതി. അടുത്ത ചോദ്യം, അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള, അതിനുവേണ്ടി ബോധവൽക്കരണം നൽകുന്നതായിട്ടുള്ള പദ്ധതി ഏതാണ്? സ്വാസ്ഥ്യമാണ്. എന്താണ്? സ്വാസ്ഥ്യം. അപ്പോൾ അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനും അതിനുള്ള ബോധവൽക്കരണം നടത്തുവാനുമുള്ള പദ്ധതി ഏതാണ്? അത് സ്വാസ്ഥ്യം പദ്ധതി. പഠിച്ചു വെച്ചോ, സ്വാസ്ഥ്യം പദ്ധതി. അപ്പോൾ 2 പദ്ധതി ഇപ്പോൾ നോക്കി. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏത്? ആശ്വാസകിരണം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനും അതിനുള്ള ബോധവൽക്കരണം നടത്താനുള്ള പദ്ധതി ഏത്? സ്വാസ്ഥ്യം. ഓക്കെ, 2 ചോദ്യങ്ങൾ പഠിച്ചു. അടുത്ത ചോദ്യം നോക്കാം, ശ്രദ്ധിച്ചോ. റോഡ് അപകടങ്ങൾ, റോഡ് സുരക്ഷ, ഗതാഗത നിയമങ്ങൾ എന്നിവ കർശനമായി നടപ്പാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? അത് ശുഭയാത്രാ പദ്ധതിയാണ്. പഠിച്ചു വെച്ചോ, മോഹൻലാലാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, അപ്പോൾ നമ്മുടെ KSRTCയിലെയും മോഹൻലാലാണ്, അറിയാലോ. ഇപ്പോൾ റോഡ് അപകടങ്ങൾ, റോഡ് സുരക്ഷ, ഗതാഗത നിയമങ്ങൾ ഇതൊക്കെ കർശനമായി നടപ്പാക്കാൻ അല്ലെങ്കിൽ പാലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഇത് ശുഭയാത്രാ പദ്ധതി. ഏത്? ശുഭയാത്രാ പദ്ധതി. പല നമ്മുടെ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ, നമ്മുടെ ടെലഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടിയ നോട്ടുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് അതിൽ നിന്നുള്ള ഏകദേശം പറ്റുന്ന നമ്മുടെ പദ്ധതികൾ എടുത്തിട്ടാണ് എന്ത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ശുഭയാത്ര പഠിച്ചു വെച്ചു. അടുത്ത്, സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അത് സമാശ്വാസം പദ്ധതിയാണ്. പഠിച്ചു വെച്ചോ, സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം
ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അതാണ് സമാശ്വാസം പദ്ധതി. പഠിച്ചു വച്ചോ, സമാശ്വാസം പദ്ധതി. വൃക്ക എന്ന് പറയുമ്പോൾ സമാശ്വാസം പദ്ധതി. ഓക്കെ, അപ്പോൾ ശുഭയാത്ര പറഞ്ഞു. റോഡ് അപകടങ്ങൾ, റോഡ് സുരക്ഷാ, ഗതാഗത നിയമങ്ങൾ ഇതൊക്കെ കർശനമായിട്ട് നടപ്പാക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ശുഭയാത്ര. അത് കഴിഞ്ഞ് പറഞ്ഞ എന്തായിരുന്നു? സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതി ഏത്? അത് സമാശ്വാസം പദ്ധതി. ഓക്കെ, ഇത് രണ്ടും പഠിച്ച് വച്ചോ, ഓർത്ത് വച്ചോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ഏതായിരിക്കും? ആ വാക്കിൽ തന്നെയുണ്ട്, ആശാകിരണം. സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ അവരുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അത് ആശാകിരണം പദ്ധതി. ഏത്? ആശാകിരണം പദ്ധതി. പഠിച്ചു വെച്ചോ, സിമ്പിളായിട്ട് കിട്ടുന്നതാണ്, അറിയാലോ. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ അവരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? ആശാകിരണം. എന്ത് കിരണം? ആശാകിരണം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതത്വം, താമസ സൗകര്യം എന്നിവ ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? അത് എൻ്റെ കൂട് പദ്ധതിയാണ്. നല്ല ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ താമസ സൗകര്യവും ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏത്? എൻ്റെ കൂട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിഴൽ പദ്ധതിയൊക്കെ പഠിക്കാനുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ഇത് ഓർത്തു വെച്ചോ, സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതത്വം അതേപോലെ തന്നെ താമസ സൗകര്യവും ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏത് പദ്ധതി? എൻ്റെ കൂട് പദ്ധതി. ആ പദ്ധതിയുടെ പേര് എൻ്റെ കൂട്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ഏത്? ആശാകിരണം. സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതത്വവും താമസ സൗകര്യവും ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി അതേത്? അത് എൻ്റെ കൂട് പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം, ചെറിയ ചുമയാണ്. അടുത്ത ചോദ്യം, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതി ഏത്? ഉത്തരം വിദ്യാതീരം പദ്ധതിയാണ്. പഠിച്ചു വെച്ചോ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം കൊടുക്കുന്ന പദ്ധതി ഏത്? അതാണ് വിദ്യാതീരം പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാതീരം പദ്ധതി. ഓക്കെ, അത് പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം, പ്രവാസി മലയാളികളുടെ മൃതശരീരം അവിടെ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം സ്വദേശത്തേക്ക്, അതായത് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള സഹായ പദ്ധതി ഏതാണ്? അതാണ് കാരുണ്യം പദ്ധതി. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ലേറ്റ്, അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ലേറ്റ് ആകുന്ന. പക്ഷേ ഇപ്പം എന്താണ്, പല ഇതിലും എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് അങ്ങനെയുള്ളൊരു ആ ഒരു പദ്ധതിയാണെന്ത്? കാരുണ്യം പദ്ധതി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രവാസി മലയാളികളുടെ മൃതശരീരം സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സഹായ പദ്ധതി ഏത്? അത് കാരുണ്യം പദ്ധതിയാണ്. എന്താണ്? കാരുണ്യം പദ്ധതി. പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി അത് വിദ്യാതീരം പദ്ധതി. പിന്നെ പ്രവാസി മലയാളികളുടെ മൃതശരീരം സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള സഹായ പദ്ധതി ഏത്? കാരുണ്യം പദ്ധതി. എന്ത്? കാരുണ്യം പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം, മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി കണ്ടെത്തി സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഉത്തരം നവജീവൻ പദ്ധതിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ, മുതിർന്ന പൗരന്മാർക്കാണ്. കുറേ മുതിർന്ന പൗരന്മാർ എന്ന് പറയുമ്പോൾ കുറേ പദ്ധതികളുണ്ട്, കൺഫ്യൂഷൻ വരാം. ജസ്റ്റ് എഴുതിയെടുത്ത് മാറ്റി വെച്ച് പഠിച്ചോ. മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി കണ്ടെത്തി സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുന്ന പദ്ധതി ഏത്? നവജീവൻ പദ്ധതി. ഏത് പദ്ധതി? നവജീവൻ പദ്ധതി. ഓക്കെ, അത് പഠിച്ചു വെച്ചോ, കാരണം ഒരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, അടുത്ത, കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന
ചികിത്സാ പദ്ധതി ഏത്? അത് സാന്ത്വനം പദ്ധതിയാണ്. ഏത് പദ്ധതി? സാന്ത്വനം പദ്ധതി. ഓക്കെ. കിടപ്പിലായ രോഗികൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്ന് പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയുടെ പേര് എന്ത്? സാന്ത്വനം. സാന്ത്വനം. വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? സാന്ത്വനിപ്പിക്കുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേര് സാന്ത്വനം. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി കണ്ടെത്തി സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുന്ന പദ്ധതി ഏത്? അത് നവജീവൻ പദ്ധതി. പിന്നെ കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി ഏതാണ്? അത് സാന്ത്വനം പദ്ധതി. അടുത്ത ചോദ്യം നോക്കാമോ? നോക്കാം. ശ്രദ്ധിച്ചോ. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതിയാണ് അന്നദായിനി. എന്താണ്? അന്നദായിനി. പഠിച്ചു വെച്ചോ. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതു പദ്ധതി? അന്നദായിനി പദ്ധതി. ഏതാണ്? അന്നദായിനി പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏത്? അന്നദായിനി പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി. ആ പദ്ധതിയാണ് മംഗല്യ പദ്ധതി. ഏതാണ്? മംഗല്യ പദ്ധതി. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്ക് പുനർവിവാഹത്തിനായിട്ടുള്ള ധനസഹായ പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്താണ്? മംഗല്യ പദ്ധതി. ആ പദ്ധതി ഏതാണ്? മംഗല്യ പദ്ധതി. അപ്പോൾ രണ്ട് പദ്ധതികൾ ഏതൊക്കെയാണ്? കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അത് അന്നദായിനി. ആദിവാസികൾക്ക് പോഷകാഹാരം അന്നദായിനി. പിന്നെ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി ഏതാണ്? അത് മംഗല്യ പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. തീരപ്രദേശത്തെ നിർധനരായ 1000 യുവതീ യുവാക്കൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏത്? അത് സാഗർമാല. അപ്പോൾ ഇത് പഠിച്ചു വച്ചോ. തീരപ്രദേശത്തെ നിർധനരായ 1000 യുവതീ യുവാക്കൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? അത് സാഗർമാല. സാഗർമാലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? വിദ്യാതീരത്തെക്കുറിച്ച് പഠിച്ചു. നിങ്ങളിങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യം പഠിച്ചിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ സാഗർമാല, അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ എന്തായിരിക്കും? വിദ്യാതീരം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നോക്കാമെന്നും പറഞ്ഞ് നിൽക്കരുത്. ഫോണിൽ എന്ത് ചെയ്യുക? ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നോക്കി എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വിദ്യാതീരം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് എന്ത് ചെയ്യുന്നു? പരിശീലനം നൽകുന്ന പദ്ധതിയാണെന്ത്? ഏത് പദ്ധതി? വിദ്യാതീരം പദ്ധതി. ഓക്കെ. ഇപ്പോൾ പറഞ്ഞ എന്താണ്? തീരപ്രദേശത്തെ നിർധനരായ 1000 യുവതീ യുവാക്കൾക്ക് സൗജന്യമായിട്ട് തൊഴിൽ പരിശീലനം നൽകുന്ന ആരുടെ പദ്ധതിയാണ്? കുടുംബശ്രീ പദ്ധതിയാണേത്? സാഗർമാല എന്ന് പറയുന്നത്. ഓർത്തു വച്ചിരിക്കുക. കുടുംബശ്രീയുടെ തൊഴിൽ കൊടുക്കുന്ന പദ്ധതി അതാണ് സാഗർമാല. തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണെന്ത്? സാഗർമാല എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. നാടൻ കളികൾ അന്യം നിന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന് കായിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ്? അത് കളിത്തട്ട് എന്നൊരു പദ്ധതിയാണ്. നമുക്കറിയാമല്ലോ, പണ്ട് കാലത്ത് പല നാടൻ കളികളും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അത് അന്യം നിന്ന് പോയി. അപ്പോൾ അങ്ങനെയുള്ള ഇന്നും അന്യം നിന്ന് പോകാതെ ആ ഒരു കളികൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന കേരള കായിക വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? അത് കളിത്തട്ട് പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് കളിത്തട്ട് പദ്ധതി. അപ്പോൾ സാഗർമാല നമ്മൾ പറഞ്ഞു കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് 1000 യുവതീ യുവാക്കൾക്ക്, നിർധനരായ തീരപ്രദേശത്തെ 1000 യുവതീ യുവാക്കൾക്ക് എന്ത് ചെയ്യുന്നു? സൗജന്യമായിട്ട് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി. ആരുടെ? കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? സാഗർമാല. പിന്നെ പറഞ്ഞത് കളിത്തട്ട് പദ്ധതിയാണ്. എന്താണ്? നിങ്ങൾ സ്ക്രീൻ നോക്കണ്ട, ഓർത്താൽ മതി. എന്താണ് കളിത്തട്ട് പദ്ധതി? നാടൻ കളികൾ അന്യം നിന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട് പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം.
സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏത്? നമുക്കറിയാവുന്നതാണ്. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോർട്ടൽ ഏത്? സമഗ്ര. ഓക്കെ, അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏത്? അത് സമഗ്ര പോർട്ടൽ. ഏത് പോർട്ടൽ? സമഗ്ര പോർട്ടൽ. ഒരു PSC വിദ്യാർത്ഥി അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണെന്ത്? എന്താണ് സമഗ്ര പോർട്ടൽ? ഓക്കെ, അടുത്ത ചോദ്യം. പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കാൻ SCERT പദ്ധതി ഏതാണ്? അത് കളിത്തോണി പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമായി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ SCERT കൊണ്ടുവന്ന പദ്ധതി ഏത്? അത് കളിത്തോണി പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്ത്? കളിത്തോണി പദ്ധതി. പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കാൻ SCERTയുടെ പദ്ധതി കളിത്തോണി പദ്ധതി. സമഗ്ര എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ. എല്ലാവർക്കും അറിയാം ഏതാണ്? അതാണ് സമഗ്ര പോർട്ടൽ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പഠിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ സ്ക്രീനിൽ നോക്കണ്ട, ഞാൻ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സ്ക്രീനിൽ നോക്കണ്ട. ഓക്കെ, തുടങ്ങിയാണ്. നമ്മൾ നോക്കിയ ചോദ്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ടുള്ള ധനസഹായ പദ്ധതി ഏതാണ്? പ്രത്യാശ. ഓക്കെ, അടുത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി. സൈക്കിൾ ഏതാണ്? അത് വിദ്യായാത്ര. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏത്? ആശ്വാസകിരണം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള പദ്ധതി. ഏത് പദ്ധതി? സ്വാസ്ഥ്യം പദ്ധതി. റോഡ് അപകടങ്ങൾ, റോഡ് സുരക്ഷാ, ഗതാഗത നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനുള്ള പദ്ധതി. അത് ശുഭയാത്രാ പദ്ധതിയാണ്. സംസ്ഥാനത്ത് വൃക്കത്തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്കുള്ള ധനസഹായ പദ്ധതി ഏത്? സമാശ്വാസം പദ്ധതി. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ഏത്? ആശാകിരണം. സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതത്വവും താമസ സൗകര്യവും ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏത്? ഏത്? എൻ്റെ കൂട് പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏത്? വിദ്യാതീരം. പ്രവാസി മലയാളികളുടെ മൃതശരീരം സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സഹായ പദ്ധതി ഏത്? നമുക്കറിയാം, കാരുണ്യം പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി കണ്ടെത്തി സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുന്ന പദ്ധതി നവജീവൻ പദ്ധതി. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി ഏതാണ്? ഏതാണ്? സാന്ത്വനം പദ്ധതിയാണ്. ഏതാണ്? സാന്ത്വനം പദ്ധതി. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായിനി പദ്ധതി. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി ഏത്? മംഗല്യ. തീരപ്രദേശത്തെ നിർധനരായ 1000 യുവാക്കൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി സാഗർ മാല. നാടൻ കളികൾ അന്യം നിന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന് കായിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അത് കളിത്തട്ട് പദ്ധതിയാണ്. ഓക്കെ, സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏത് പോർട്ടൽ? സമഗ്ര പോർട്ടൽ. പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കാനായി SCERTയുടെ പദ്ധതി ഏത്? അത്
കളിത്തോണി പദ്ധതി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ നോക്കി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യമെങ്കിലും നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കി ചോദ്യം എന്ത് ചെയ്യും? കയറും. മനസ്സിലായോ? 2 ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കി ചോദ്യം നിങ്ങളുടെ തലയിൽ കയറും. ഈ ഒരു ചോദ്യവും നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക, ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ചാനലിലേക്ക് വരാതിരിക്കുക. കാരണം എന്താണ്? നിങ്ങൾ ഈ ചാനലല്ല, നിങ്ങൾ ഏതൊരു വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് ഒരു ചോദ്യമോ 2 ചോദ്യമോ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ചാനൽ കാണാൻ നിൽക്കരുത്. നിങ്ങളുടെ സമയമാണ് എന്ത് ചെയ്യുക? നിങ്ങൾ കളയുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുക. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും കിട്ടിയില്ലെങ്കിൽ എന്താണ് പിന്നെ ഈ ഒരു, കാരണം ഓരോരുത്തരുടെ സംസ്ഥാനം ഓരോ രീതിയിലാണ്. അപ്പോൾ ചിലർ പറയുന്നത് എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കിട്ടാതിരിക്കാം, പക്ഷേ വേറൊരാൾക്ക് എന്ത് ചെയ്യാം? ഞാൻ പറയുന്ന കാര്യങ്ങൾ കിട്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുക? പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, അനാവശ്യമായിട്ട് സമയം കളയാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? കുറച്ചും കൂടി പദ്ധതികൾ പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.